എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 6ാമത്തെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നീർദോശയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ചിക്കൻ വിന്താലും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് കേട്ടോ. ഈ രണ്ട് കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ തന്നെ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ വേണമെങ്കിൽ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുവാനും പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഈ അരി കുതിർന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിക്കായിട്ട് 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസായിട്ടുള്ള ഇഞ്ചി, ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2-3 ഗ്രാമ്പൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള ഉണക്കമുളകായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തുമാത്രം പുളി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എരിവുള്ള ഉണക്കമുളക്, അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എക്സ്ട്രാ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വന്നത്. ഇനി നിങ്ങൾ കാശ്മീരി ചില്ലി എടുക്കുന്നെങ്കിൽ അത് മാത്രം ഇട്ട് അരച്ചെടുത്താൽ മതി. ആവശ്യത്തിന് കളറും കിട്ടും, എരിവും ഉണ്ടായിരിക്കും. ഞാനിപ്പം ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത മസാലക്കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്നിട്ട് ഈ അരപ്പിൽ ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് ഈ മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് നിങ്ങൾക്ക് കറി വയ്ക്കുകയും ചെയ്യാം. അത്രയും നേരം ആ ചിക്കൻ മസാല അതിൽ പിടിച്ചോളും. അന്നേരം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണോ എളുപ്പം അത് രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം 1 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത ശേഷം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അന്നേരം അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ സവാള ഒരു ബ്രൗൺ കളറിലേക്ക് വന്ന ശേഷം മാത്രമേ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് വേവിക്കരുത്. ചിക്കൻ ഈ ഒരു എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഞാനിപ്പം വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റി കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനകത്ത് തന്നെ വെള്ളം കാണും, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ചിക്കൻ ഇപ്പം വെന്ത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലേക്ക് പകരം മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. തീ ഓഫ് ചെയ്യാറാകുമ്പോഴത്തേന് ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഈ സമയത്ത് അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അരയ്ക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പച്ചരിയിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മാവെല്ലാം നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഇപ്പം കട്ടിയായിട്ടാണ് ഈ മാവിരിക്കുന്നത്. നീർദോശയൊക്കെ തയ്യാറാക്കാൻ നല്ല ലൂസായിട്ട് തന്നെ മാവിരിക്കണം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായി യോജിപ്പിച്ച ശേഷം ദോശ ചുടാൻ തുടങ്ങാവുന്നതാണ്. ഇത്രയും കട്ടി കുറഞ്ഞ് തന്നെ മാവിരിക്കണേ, എങ്കിലേ നമ്മൾ തയ്യാറാക്കുന്ന നീർദോശ കറക്റ്റ് ആവുകയുള്ളൂ. ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദോശ ചുടാൻ തുടങ്ങാവുന്നതാണ്. മാവ് ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചാൽ മാത്രം മതി. ഇനി ദോശയൊന്ന് വെന്ത് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ദോശ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് 4ആയിട്ടോ 3ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ മടക്കിയെടുത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് എടുക്കാവുന്നതാണ്. കണ്ടോ, കറക്റ്റായിട്ടുള്ള നല്ലൊരു നീർദോശ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതും കണ്ട് ദോശ സോഫ്റ്റ് അല്ലാതിരിക്കത്തില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ തന്നെയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നീർദോശയും അതിനോടൊപ്പം തന്നെ ചിക്കൻ വിന്താലുവും തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.